അസ്സലാമലൈക്കും ഓൾ, വെൽക്കം ബാക്ക് ടു യാസ് റെസിപ്പീസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. നമ്മുടെ പൂള വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആണെന്ന് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് തിന്നാനായിട്ട്. വളരെ സ്പീഡിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാൻ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയ കഷ്ണം പൂള ഗ്രേറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 2 പാക്ക് പാല്, 1/2 ലിറ്ററിൻ്റെ 2 പാക്ക് പാല്, പിന്നെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറിയൊരു കുപ്പി മിൽക്ക് മെയ്ഡ്, പിന്നെ അതേ ഗാർണിഷ് ചെയ്യാനായിട്ട് 2 പാക്ക് കടലമിഠായി. അത് നമ്മൾ ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ അത് ഗാർണിഷ് ചെയ്യാൻ. കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ അത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ 2 പാക്ക് പാല് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാലിലോട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പൂള ചേർത്ത് കൊടുക്കാം. പൂള ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നുമില്ലാതെ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഈ സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം സിമ്മാക്കി വെക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ തിളയൊക്കെ വരും കേട്ടോ. അപ്പോൾ എൻ്റെ ഇതേപോലെ ചെറു ഭാഗത്ത് നിന്ന് ചെറുങ്ങനെ തിള വരാനായിട്ടുണ്ട്. അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇത് ഫുള്ളും ഞാൻ എടുത്ത് വെച്ച മിൽക്ക് മെയ്ഡ് ഞാൻ ഫുള്ളായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. കൂടെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ മധുരം റെഡി ആയിട്ട് വരുള്ളൂ. കാരണം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നല്ലേ, ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുമ്പോൾ ചിലപ്പോൾ മധുരം കുറവായാൽ ഒരു രസം ഉണ്ടാവില്ല അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ മിൽക്ക് മെയ്ഡ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഒന്നൊന്ന് തിള വരട്ടെ. അപ്പോൾ ഈ തിള വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പഞ്ചസാര കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയിൽ അത് ഫുള്ളായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരം നല്ല അടിപൊളിയായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേ പഞ്ചസാരയും കൂടി ചേർത്തപ്പോൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി ഇതൊന്ന് ഇളക്കി മിക്സാക്കി തിക്കായി വരട്ടെ. അപ്പോൾ ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് തിക്കായി വരുന്ന നേരം കൊണ്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതേ ചൈന ഗ്രാസും ഇതേപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കൈ വെക്കാതെ ഇത് ഇളക്കി കൊടുക്കുക, കാരണം ഇത് പെട്ടെന്ന് തന്നെ തിക്കായി പോവും. അപ്പോൾ ഇതേ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിക്കായി വന്ന സമയം കൊണ്ട് ഇത് കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ തിള വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ചൈന ഗ്രാസ് നമുക്ക് ഇതിലോട്ട് ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ചൈന ഗ്രാസും നമ്മുടെ ഈ പാലും മിൽക്ക് മെയ്ഡും പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഒന്നൊന്ന് തിക്കായി വരട്ടെ. അപ്പോൾ ഇതൊന്ന് തിക്കായി വന്നപ്പോൾ ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് സെറ്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ഷേപ്പ് ട്രേയിലാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത കടലമിഠായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പോഴത്തേക്കും നമ്മുടെ ഇത് കുറച്ചൊന്ന് ചൂട് തണിഞ്ഞ് വരട്ടെ കേട്ടോ. ആ തിളയുടെ ചൂടൊന്ന് നിന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്, കാരണം നല്ല തിക്ക് ബെറ്ററാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കപ്പ് വെച്ചിട്ടോ നമുക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് മിക്സായി വരുമ്പോൾ കഴിക്കാനായിട്ട്. ഈ മധുരവും ഈ വാനിലിൻ്റെ ഫ്ലേവറും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ ഇതേപോലെ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ബാറ്ററും ഫുള്ളായിട്ട് ഒഴിച്ചു. ഇതിൻ്റെ മുകൾ ഭാഗത്തും ഞാൻ ഇതേപോലെ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 4 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഞാൻ ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഫോയിലോ റാപ്പിംഗ് പേപ്പറോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ പുഡിങ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ലൂസായി പോയിട്ടൊന്നുമില്ല, നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.